ഹലോ മക്കളെ, എല്ലാവരും പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റേറ്റുകാരാണെങ്കിൽ ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. CBSE-കാരാണെങ്കിൽ ജസ്റ്റ് സ്കൂൾ തലത്തിൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഇനി പഠിക്കാനുള്ളത് +2 ആണ്. വെൽക്കം ടു +2. മക്കളെ, ഈ +2 എന്ന് പറയുന്ന സാധനം എന്താണ്? കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, അതോടൊപ്പം തന്നെ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം നത്തിങ് ബട്ട്, ശ്രദ്ധിക്കുക, +2-ൽ നമുക്ക് 2 തരത്തിലുള്ള എക്സാമാണ് ഫേസ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് ബോർഡ് എക്സാം, രണ്ടാമത്തത് എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റുകാർ ചോദിക്കാം, സാർ +1-ൽ ഞങ്ങൾ ബോർഡ് എക്സാം ഫേസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്, പക്ഷേ +2-ലെ ബോർഡ് എക്സാം ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം പല അഡ്മിഷൻ ക്രൈറ്റീരിയയും +2-ന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അത് +1-ന്റെ മാർക്ക് അവിടെ കൂട്ടുന്നില്ല. ഓക്കെ, അഥവാ പിന്നെ കീമിനൊക്കെ ആണെങ്കിൽ നമ്മൾ പകുതി മാർക്ക് എടുക്കുന്നു അല്ലേ? അത് +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് മാത്രമാണ് എടുക്കുന്നത്. സോ +2 ബോർഡ് എക്സാം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ +1. അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസും നമ്മുടെ +2-ഓടൊപ്പം തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി എവിടെ പഠിക്കണം, ഏത് ക്യാമ്പസിൽ പഠിക്കണം, നിങ്ങൾ ആരായി തീരണം. ഓക്കെ, കാരണം നമ്മൾ ആരായി തീരണം എന്ന് പലപ്പോഴും തീരുമാനിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ക്യാമ്പസുകളായിരിക്കും. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ അതിനുള്ള ഈ ഒരു എന്താ പറയുക, എഫേർട്ട് ഇടേണ്ട വർഷമാണ് നമ്മൾ ഈ പറഞ്ഞ +2 ഈ പഠിക്കുന്ന വർഷം. റെഡി? സോ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ ഈ +2-ലെ മാത്തമാറ്റിക്സ് എന്തൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓരോന്നും നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചു തരിക എന്നുള്ളത് ബോറൻ പരിപാടിയാണെന്ന് എനിക്കറിയാം. ഓക്കെ, ശ്രദ്ധിക്കുക, ജസ്റ്റ് ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് മാത്തമാറ്റിക്സിലുള്ളത്. അപ്പോൾ അതിൽ പല ചാപ്റ്റേഴ്സ് നിങ്ങൾ പല സ്ഥലങ്ങളിലും എന്താക്കിയതായിരിക്കും, കണ്ടതോ കേട്ടതോ ഒക്കെ ആയിരിക്കും അല്ലേ, പേരുകൾ. പക്ഷെ അല്ലാത്ത സംഭവങ്ങളും ഉണ്ടാവാം. റെഡിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സ്, +2-ലെ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ +2 ഞാൻ ഭംഗിയായിട്ട് പഠിക്കാം സാർ, പക്ഷേ +1-ൽ ഞാൻ ഉഴപ്പിയിട്ടുണ്ട് സാർ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റുമോ എന്ന് പല കുട്ടികളും ആലോചിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അഥവാ ശ്രദ്ധിക്കുക, കണക്ഷൻ ചാപ്റ്റേഴ്സ്. ഓക്കെ, അഥവാ ശ്രദ്ധിക്കുക മക്കളെ, അഥവാ കണക്ഷൻ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1-ൻ്റെ ബാക്കിയായിട്ട് +2-ൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും, സാർ +1 തന്നെ ഞങ്ങൾ പഠിച്ചിട്ടില്ല സാർ, അപ്പോൾ എങ്ങനെയാണ് അതിനെ ബാക്കി പഠിക്കുക? കുഴപ്പമില്ല. അഥവാ നമ്മളിവിടുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കി തരും, അത് സെറ്റാക്കിയിട്ട് ആ ബേസ് സെറ്റാക്കിയിട്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റെഡി? അപ്പോൾ നമ്മളിപ്പോൾ +1-ൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. +2-ൽ അതേപോലെ എന്തുണ്ട്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. റെഡി അല്ലേ? റെഡി? അപ്പോൾ നമ്മൾ ഈ +2-ലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ +1 റിലേഷൻ ഫംഗ്ഷൻ എന്തായി മക്കളെ? വളരെ എളുപ്പമായിടാ. ഓക്കെ, സിമിലർലി അതേപോലെ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? +1-ൽ എന്തുണ്ട്, ട്രിഗണോമെട്രി ഉണ്ട് അല്ലെ? അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ചാപ്റ്റർ ആണ് കുറച്ചും കൂടി ചെറുത് കമ്പയർ ടു +1-ലെ ചാപ്റ്റർ. ഓക്കെ, എന്നാലും നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് മാത്രമേ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താക്കുള്ളൂ, നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ ബാക്കിയാണ് ഗൈസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ? വൺസ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇത് തറവാകും, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. അതുപോലെ +1-ൽ ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിന്റെ കുറച്ച് വലിയ സാധനമാണ് 3D ജോമെട്രി. ഓക്കെ, അതേപോലെ തന്നെ ചെറിയ പ്രൊബബിലിറ്റി ആണ് +1-എങ്കിൽ, +2 ഉള്ളത് എന്താണ്, വലിയ പ്രൊബബിലിറ്റി ആണ്. അഥവാ ദീസ് സെറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതും കൂടി സെറ്റ് ആയിട്ട് വരും അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവന്റെ ജസ്റ്റ് സബ്സെറ്റ്സ് ആണ് ഇവൻ. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, തറവായിട്ട് മാറും. റെഡി അല്ലേ? അപ്പോൾ അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പം നിങ്ങൾ ഉഴപ്പി എന്ന് വിചാരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കണ്ടല്ല, നമുക്ക് അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും സാർ ഇത്രയും ചാപ്റ്റേഴ്സ് സെറ്റായി, വാട്ട് അബൌട്ട് അതർ ചാപ്റ്റേഴ്സ്, അത് ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എന്താക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. റെഡി? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ +2 ചാപ്റ്റേഴ്സിലെ വെയിറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തരുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. റെഡി? ശ്രദ്ധിക്കുക, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അല്ലെ? ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് സ്റ്റേറ്റ് എക്സാമിന് എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് വൈസ് പെർസെൻറ്റേജ്, അതേപോലെ തന്നെ CBSE-ക്ക് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ CBSE-ക്ക് നമുക്കൊരു സെക്ഷൻ ബേസ് ആണ് പറയുക. ഓക്കെ, അഥവാ ഈ ഒരു സെക്ഷൻ നമ്മൾ കാൽക്കുലസ് എന്ന് വിളിക്കും.
വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇതിനെ നമ്മൾ എന്താ വിളിക്കും? ഓൾജിബ്ര എന്നൊക്കെ വിളിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സെക്ഷൻ ബേസിലാണ് എന്താക്കുക CBSEക്ക് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഗൈസ് ശ്രദ്ധിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ JEE പേപ്പറിലും ഉണ്ടാകുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നമുക്കുള്ളത് 1 or 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് 3 വരെയൊക്കെ പോകാം. ഓക്കെ, സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് ആക്ച്വലി ചാപ്റ്റർ. അപ്പോൾ അത് 3 കൺസിഡർ ചെയ്യുമ്പോൾ 3 വരെയൊക്കെ നമുക്ക് എന്താകാം പോകാം. അതോടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നമുക്ക് 1. ഓക്കെ, അപ്പോൾ എങ്ങനെ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓരോന്നും വായിച്ചു തന്നു കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം നിർബന്ധമില്ല. കാരണം നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിന്റെ പേര് പലതും എന്തല്ല ഫെമിലിയർ അല്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ JEE മാത്തമാറ്റിക്സിനോട് കടക്കുന്ന സമയത്ത്, ഓക്കെ, JEE മാത്സിനോട് കടക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. റെഡി അല്ലേ? കാരണം ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിന് മാത്രമായിട്ടല്ല വരിക. ഓക്കെ, പല ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് എന്താകും? മിക്സ് ആയിട്ട് വരും. റെഡി? അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എന്താക്കേണ്ടി വരും? പഠിക്കേണ്ടി വരും. റെഡി? കാരണം പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് PNC ആപ്ലിക്കേഷൻസ് വരും അല്ലേ? അതോടൊപ്പം തന്നെ പല ചാപ്റ്റേഴ്സിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രിഗണോമെട്രീൻ്റെ ചില ആപ്ലിക്കേഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്താക്കണം? പഠിക്കണം. എന്നിരുന്നാലും നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചില സ്പെസിഫിക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് എന്താ? സ്കോറിംഗ് ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്കോറിംഗ് ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത? ഒന്ന്, അതിൽ പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. 2, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. റെഡി? അപ്പോൾ ഈ സ്കോറിംഗ് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ് ഞാൻ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്ന +2 ചാപ്റ്റേഴ്സ് ആണ്, റെഡിൽ എന്താണ് +1 ചാപ്റ്റേഴ്സാണ്. സോ ഗൈസ് നിങ്ങൾ നോക്കൂ, ബ്ലാക്കിലാണ് എന്ത് കൂടുതൽ കാണുന്നത് അല്ലേ? അഥവാ നമ്പർ ഓഫ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ഈസ് ഇൻ +2 ഈസ് മോർ ദാൻ വാട്ട് +1. റെഡി അല്ലേ? +2ലാണ് കൂടുതലായിട്ട് എന്തുള്ളത്? സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, ഓക്കെ, നിങ്ങൾ +2 ഇപ്പോൾ കഴിഞ്ഞ ഏതെങ്കിലും ചട്ടമായിട്ട് ചോദിച്ചാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ JEE നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. 3-4 വരെയൊക്കെ ചോദിക്കും, രണ്ടും കൂടി. ഓക്കെ, അതേപോലെയാണ് വെക്ടർ 3D ഒരു അടുത്ത 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടും കൂടി ഏകദേശം 3-4-5 ക്വസ്റ്റ്യൻസ് വരെ എന്താക്കാറുണ്ട്? ചോദിക്കാറുണ്ട്, രണ്ടും കൂടി ഒരുമിച്ചിട്ട്. റെഡി അല്ലേ? പ്രോബബിലിറ്റി 1 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം 2 ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1-2 ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് 2 ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ 1 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഒന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ സാർ, അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. റെഡി? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കിഡിലോസ്കി പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്താക്കുന്നത്? അവതരിപ്പിക്കുന്നത്. നോക്കൂ, ശ്രദ്ധിക്കുക, ഇതാണ് മക്കളെ എന്ത് അക്കാഡമിക് പ്ലാൻ. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഏപ്രിലിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്താവും? സ്റ്റാർട്ട് ചെയ്യും. റെഡി അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഒക്ടോബർ ആകുമ്പോൾ പ്രോബബിലിറ്റിയോട് കൂടി നമ്മളെ +2 എല്ലാ ടോപ്പിക്കും എന്താവും? തീരും, അവസാനിക്കും. റെഡി അല്ലേ? ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ നോക്കൂ മക്കളെ, നിങ്ങൾ നവംബറിൽ നമ്മൾ എന്താണ്? +1ന്റെ JEE റിവിഷൻ ക്ലാസ്സസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ സ്കോറിംഗ് ചാപ്റ്റർ കൂടുതൽ എന്താവും? സ്ട്രെസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദ്യം വരാം, സാർ ഈ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞത് അത് കൂടുതൽ സ്ട്രെസ് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം മാത്തമാറ്റിക്സ് ഒരിക്കലും അത് മാത്രം പഠിച്ച് നിങ്ങൾ പോകരുത്. കാരണം 2 റീസൺസ് ആണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മാത്സിൽ പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്? കണക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിച്ച ചെറിയ കാര്യങ്ങൾ എന്താക്കണം? ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താക്കേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ചാപ്റ്റർ എന്നാണ് സിമ്പിൾ ചോദിക്കാൻ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഓക്കെ മക്കളെ, ഒരു ടഫ് ചാപ്റ്റർ ആണ്. എപ്പോഴും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററാണ്. പക്ഷേ ഈ വർഷം അതിന് എന്താക്കിയിട്ടുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റഗ്രേഷൻ വലിയ ചാപ്റ്ററാണ്, ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും എന്തായിട്ടുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. റെഡി അല്ലേ? അപ്പോൾ അതിൽ തന്നെ ഈ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നാണ് സാർ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള പ്ലാൻ നിങ്ങൾക്ക് എവിടെയുണ്ട്? റെഡി അല്ലേ? അപ്പോൾ ഈ നവംബറിലൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് പ്ലസ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സ് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും? സെറ്റാക്കും. ഓക്കെ, കാരണം ഓൾറെഡി നമുക്ക് എന്തായാലും കുറേ ചാപ്റ്റേഴ്സ് നേരത്തെ കണക്ഷൻ ചാപ്റ്റേഴ്സ് എന്തായിട്ടുണ്ട്? സെറ്റായിട്ടുണ്ട്. ബാക്കി മാത്രമേ നമുക്ക് ഈ സമയത്ത് സെറ്റാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഡിസംബറിൽ +2ന്റെ വീണ്ടും JEE റിവിഷൻ ആണ്. ജനുവരി നമുക്കറിയാം എന്താണ്? JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം, സാർ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാം കൊളായി പോവോ? ബോർഡ് എക്സാമിന് മാർക്കിലുണ്ടായി പോവോ? ഒരിക്കലും ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാം ഈസ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് വാട്ട് JEE എക്സാം.
അല്ലേ? ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് സബ്സെറ്റ് മാത്രമാണ് ബോർഡ് എക്സാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, +2 ബോർഡ് എക്സാമിന് വേണ്ടി പക്ക റിവിഷൻ പ്ലാൻ നമ്മൾ എന്താക്കുന്നുണ്ട്, സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, ട്രസ്റ്റ് മീ, അഥവാ നമ്മൾ ജെയ്ക്ക് അല്ലെങ്കിൽ നീറ്റിന് വേണ്ടി പഠിക്കുന്ന കുഞ്ഞാണെങ്കിൽ എന്താണ് ബോർഡ് എക്സാം എന്തായിരിക്കും, വളരെ സിമ്പിൾ ആയിരിക്കും. ഇത് നമുക്ക് എളുപ്പത്തിൽ എന്താക്കാൻ വേണ്ടി പറ്റും, സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്തുണ്ട്, നമ്മൾ ഏപ്രിൽ മെയിൽ കീം അതേപോലെ തന്നെ ജെയ് ഫേസ് 2 അതേപോലെ അഡ്വാൻസിനൊക്കെ നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ചെറിയ ഒരു കാര്യം അല്ലേ, പിന്നെ ജെയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബോർഡ് എക്സാമുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി.